നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ചാൽ ശാപങ്ങൾ മാറാനുള്ള വഴികൾ. പലവിധ ശാപങ്ങളുണ്ടെന്ന് അല്ലേ? പഠിക്കാൻ വേണ്ടി കുട്ടികളെയൊക്കെ ടീച്ചർമാർക്ക് തല്ലാറുണ്ടല്ലേ? അപ്പം അങ്ങനെയുള്ള ശാപങ്ങളൊന്നും കുട്ടികളുടെ ശാപം ടീച്ചർമാർക്ക് കേൾക്കുക. ന്യായമായ കാര്യങ്ങൾക്ക് നമ്മൾ ഒരാളിനെ ചിലപ്പം മാതാപിതാക്കളായാലും കുട്ടികളെയൊക്കെ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിച്ച് ചെറിയ രീതിയിലൊക്കെ നോക്കാറുണ്ടല്ലേ? അപ്പം അങ്ങനെയുള്ളതൊന്നും നമുക്കത് ശാപമായിട്ട് വരികയില്ല. ന്യായമല്ലാത്ത ഇപ്പോൾ മറ്റൊരാളുടെ കുട്ടിയാണ്, അപ്പോൾ ആ കുട്ടിയെ കാണുമ്പോൾ അസൂയ കുശുമ്പ് കൊണ്ട് ഇപ്പോൾ ഒരാൾ തല്ലി, അപ്പോൾ ഒരാൾ വർഷങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു വഴിയാണ്. അപ്പോൾ അവർക്ക് പോകാൻ വേറെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല, അവരുടെ വഴി അടച്ചു. ഇപ്പോൾ ഒരാൾക്ക് ജീവിക്കാൻ മറ്റു മാർഗ്ഗമൊന്നുമില്ല, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ജോലി നഷ്ടപ്പെടുത്തി. അല്ലെങ്കിൽ നല്ല വർഷങ്ങളായിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന ഒരു കുട്ടി നല്ല വിവാഹബന്ധം വന്നാൽ വിവാഹം മുടക്കി. ഒരു വസ്തു അല്ലെ ഭൂമി നമ്മൾ വാങ്ങിച്ചു, അത് മനസ്താപത്തോടെ ഇത് കൊടുക്കുക. അത് ശരിയായ വില കൊടുത്ത് വാങ്ങിക്കാൻ മനസ്താപം നമുക്ക് ബാധിക്കുകയില്ല. അപ്പം അങ്ങനെ നമുക്ക് ഒരാൾക്ക് പല വിധത്തിലുള്ള ശാപങ്ങളും താപങ്ങളും ഒക്കെ ഉണ്ടാവാം. ചിലർക്കാണെങ്കിൽ കരിനാക്ക്, കരിങ്കണ്ണ് ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ശപിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ പലർക്കും അത് ബാധിച്ചു എന്ന് വരും. അത് പ്രധാനമായിട്ട് ശാപങ്ങൾ ഇപ്പം വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ശപിക്കുകയാണ് വിവാഹ തടസ്സമായിട്ട് അനുഭവപ്പെടുക. തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് ശപിക്കുകയാണ് തൊഴിൽ തടസ്സം അനുഭവിക്കുക. ഇപ്പം ജീവിതത്തിൽ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ശപിക്കുന്നതെങ്കിൽ എന്തുണ്ടായാലും ഇപ്പം കടലിനടുക്കും വെള്ളമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാം ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവനെ പോലെയൊക്കെ ജീവിക്കേണ്ടിരുന്ന ഈ ശാപങ്ങളൊക്കെ നിമിത്തമായിട്ടാണ് കൂടുതലും വരിക. അപ്പം നമുക്കൊരു ജ്യോതിഷനെ കണ്ട് യഥാർത്ഥമായിട്ട് എന്ത് ശാപം അവനവന് കിട്ടിയോ, അവനവൻ്റെ വീട്ടുകാർക്കാണോ കുടുംബക്കാർക്കാണോ ആർക്കായി ശാപം കിട്ടിയിരിക്കുന്നത്, ഏത് വിധത്തിൽ ഈ ശാപങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിപ്രധാനം. അപ്പം അതിനനുസരിച്ചുള്ള പ്രതിവിധികളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ചെറുപ്പകാലത്ത് നല്ല രീതിയിൽ വളർത്തി വന്നിരുന്ന മാതാപിതാക്കളെ പിന്നീട് വലുതാക്കി മക്കൾ നോക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ മാതാപിതൃ ശാപങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്നുള്ള പരിഹാരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യുക, ക്ഷമ ചോദിക്കുക എന്നൊക്കെയുള്ളതാണ് അത് നമ്മൾ വേണ്ടത്. അപ്പോൾ ഈ അതികഠിനമായിട്ടുള്ള ശാപങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഉദാഹരണം ഈ വിവാഹം മുടക്കി കന്യകയുടെയൊക്കെ ശാപമുണ്ട്. ആ ശാപം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ വിവാഹം നടന്നിട്ടുണ്ടാവും, അവരുടെ മക്കൾക്കായിരിക്കും കന്യകാശാപം, അവർക്ക് ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതം ഇല്ലാതെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. തൊഴിൽശാപം, തൊഴിലുറയ്ക്കാതെ വരുന്ന അവസ്ഥ. അവനവന് തൊഴിൽ കാണും, കുഴപ്പമില്ല, അടുത്ത തലമുറയെ ബാധിക്കുന്ന ചില ശാപങ്ങളൊക്കെ ഉണ്ട്. സർപ്പശാപമൊക്കെ ഉണ്ട്. സർപ്പങ്ങളുടെ കുറ്റുമോട്ടയൊക്കെ നശിപ്പിക്കുക, സർപ്പസാന്നിധ്യമുള്ള വൃക്ഷങ്ങളൊക്കെ വെട്ടുക. ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ, സന്താനങ്ങളെ, രോഗങ്ങളെ, അഭിവൃദ്ധിയെ, ദാമ്പത്യ ജീവിതത്തിന്, തൊഴിലിന് ഇതൊക്കെ സർപ്പശാപം ബാധിക്കും. അപ്പം അങ്ങനെയുള്ള പലതരത്തിലുള്ള ശാപങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ രക്ഷപ്പെടാതിരിക്കുന്നതിന് ജാതകപ്രകാരമുള്ള ദോഷങ്ങൾ മാത്രം ആയിക്കോണമെന്നില്ല കാര്യം. ശാപതാപങ്ങൾ നല്ല രീതിയിൽ അവരെ ബാധിക്കാം. അപ്പോൾ അതിന് ന്യായമായ കാര്യങ്ങൾക്ക് ശപിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് ബാധിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിന് ഏത് ശാപമാണെന്ന് നമ്മൾ കണ്ടെത്തുക, അതിനുള്ള പ്രായശ്ചിത്തം നമ്മൾ ചെയ്യുക. ലഘുവായിട്ട് ചെയ്യാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ശാപതാപങ്ങൾ മാറാൻ പുണ്യക്ഷേത്ര സ്നാനമാണ് വളരെ അത്യാവശ്യം. അതിൽ ശിവക്ഷേത്രം, വിഷ്ണു ക്ഷേത്രമാണ് വളരെ അത്യാവശ്യം. ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഭഗവാൻ ഓരോ ദിക്കിലേക്ക് ദർശനമായിട്ടിരിക്കുന്ന ഓരോ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഉദാഹരണം ശിവൻ മഹാദേവൻ കിഴക്കോട്ടിരിക്കുന്നുണ്ട്, വടക്കോട്ടിരിക്കുന്നുണ്ട്, തെക്കോട്ടിരിക്കുന്നു, പടിഞ്ഞാട്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പുണ്യക്ഷേത്രങ്ങളിൽ ഒരു 5 ക്ഷേത്രങ്ങളിലെങ്കിലും ഒരു ദിവസം നമുക്ക് 5 സമയത്തായിട്ടായിരിക്കാം. ചിലപ്പോൾ രാവിലെ പറ്റുമെങ്കിൽ രാവിലെ, വൈകിട്ടെങ്കിൽ വൈകിട്ട്, ഒരു ദിവസം തന്നെ 5 പുണ്യക്ഷേത്രങ്ങളിൽ, ശിവക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ഏതും ആയിക്കോട്ടെ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വേണം. 5 പുണ്യക്ഷേത്രത്തിൽ സ്നാനം, അവിടെ കുളിച്ചു തൊഴുത് നമുക്ക് അതിൽ ശയനപ്രദക്ഷിണം ആണ് പ്രധാനം. 3 ശയനപ്രദക്ഷിണം അല്ലെങ്കിൽ 5 ശയനപ്രദക്ഷിണം നമുക്ക് ചെയ്യുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു ശാപതാപത്തിൻ്റെ പരിഹാരമാവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദോഷവ്രതം, 3 വർഷത്തേക്ക് പ്രദോഷവ്രതം എടുത്തിട്ട് ഉപവാസം അനുഷ്ഠിക്കുക. രാത്രിയിൽ അത്താഴപൂജ ഉണ്ടാവും. ഈ പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിലൊക്കെ പ്രദോഷത്തിന് അത്താഴപൂജയ്ക്ക് ഭഗവാനെ അഭിഷേകം ചെയ്ത കരിക്ക് വെള്ളം മാത്രമേ കുടിക്കുക. അന്ന് ദിവസം വേറെ നമുക്ക് അല്ലാതെ പച്ചവെള്ളമൊക്കെ കുടിക്കാം, അല്ലാതെ നമുക്ക് ആഹാരമായിട്ട് വെറൊന്നും കഴിക്കാൻ പാടില്ല. കരിക്ക് കുടിക്കുക, ദാഹിക്കുമ്പോൾ കരിക്ക് കുടിക്കാം. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞ അത്താഴപൂജയ്ക്ക് ഭഗവാനെ അഭിഷേകം ചെയ്ത കരിക്ക് നമുക്ക് സേവിക്കാം. പ്രദോഷവ്രതം നമുക്ക് 3 വർഷം എടുക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധുക്കൾക്ക്, നിർധനായിട്ടുള്ളവർക്ക്, അനാഥർക്ക് നമുക്ക് മാസം തോറും അവരുടെ നക്ഷത്രത്തിന് അന്നദാനം, കുറഞ്ഞ 10 പേർക്കെങ്കിലും അന്നദാനം 1 വർഷക്കാലം നമ്മൾ ചെയ്യാം. അതുകൊണ്ട് ശാപതാപങ്ങൾ മാറിക്കിട്ടും. പിന്നെ നമുക്ക് അടുത്തുള്ള വിഷ്ണു ശിവ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ മുഖം വെള്ളിയിലോ പിത്തളയിലോ അവൻ്റെ സാമ്പത്തിക സ്ഥിതി പോലെ നമുക്ക് ചെയ്ത്
വീട്ടിൽ വെച്ച് ഒരു 7 ദിവസം നമ്മളതിനെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ശാപങ്ങളൊക്കെ മാറെന്ന് പ്രാർത്ഥിച്ച് 7 ദിവസവും 7 പ്രാവശ്യം ഇത് ഒഴിഞ്ഞു വെച്ച് 7ാമത്തെ ദിവസം ആ ദേവതാ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിച്ച് വഴിപാടുകൾ ചെയ്യാം. അതിലൂടെ നമുക്കൊരു ശാപതാപങ്ങൾ മാറിക്കിട്ടും. ആ ദേവൻ്റെ മുഖം നമുക്ക് അടിച്ച് പിത്തളയൊക്കെ അടിക്കുന്നവർക്കുണ്ട്, അവർക്ക് അടിക്കാം. വെള്ളിയോ സ്വർണ്ണമൊക്കെ ഒരുപാട് പൈസയോ പിത്തളയോ വെള്ളിയോ ഒക്കെ അവൻ്റെ സാമ്പത്തിക പോലെ ചെയ്തിട്ട് വേണം നമ്മൾ 7 ദിവസം വെച്ച് വീട്ടിൽ വെച്ച് അതിനെ പ്രാർത്ഥിച്ചിട്ട് വേണം 7 ദിവസം കഴിഞ്ഞിട്ട് വേണം കൊണ്ടു കൊടുക്കുക. അതിലൂടെ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർത്ഥാടനം, 7 ദിവസത്തെ തീർത്ഥാടനം, 7 ദിവസം 7 ക്ഷേത്രങ്ങളിൽ, 7 ദേവതാ ക്ഷേത്രങ്ങളിൽ. ഇപ്പോൾ ഒരു ദിവസം ആദ്യത്തെ ദിവസം ശ്രീരാമനാണ്, അടുത്ത ദിവസം ശ്രീകൃഷ്ണനാവാം, അതിനടുത്ത ദിവസം ദേവിയാവാം. അപ്പം അങ്ങനെ 7 ദേവതാ സ്വരൂപങ്ങളുടെ ക്ഷേത്രങ്ങളിൽ 7 ദിവസം തീർത്ഥാടനം. അത് 7 ദിവസം ഓരോ ദിവസം അവിടെ ഭജനം ഇരിക്കുകയും വേണം. അതിലൂടെയൊരു മാറ്റം ഉണ്ടാവും. പിന്നെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ 41 ദിവസത്തെ ഉപവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ദിവസം ആഹാരം കഴിക്കാതിരിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. ഉപവാസം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് 41 ദിവസം ഉപവാസ വ്രതമായിട്ട് നമുക്ക് എടുക്കാം. ഫ്രൂട്ട്സും വെള്ളവും മാത്രം, ചായ കാപ്പി പാല് അങ്ങനെയുള്ളതൊന്നും പാടില്ല. വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. വേറെ നമുക്ക് അരിയാഹാരം ഗോതമ്പിൻ്റെ ആഹാരം വേറെ ധാന്യങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. അങ്ങനെ 40 ദിവസം വ്രതം നമുക്ക് എടുക്കാം. ഇതിലൂടെയൊക്കെ നമുക്ക് പൊതുവായിട്ടുള്ള നമുക്ക് ശാപതാപങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി കൂടുതലായിട്ട് ശാപതാപങ്ങളൊക്കെ നമുക്ക് നേരിട്ടുണ്ടെങ്കിൽ അത് കവടി പ്രശ്നത്തിലൂടെ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം. അതിന് ഒരു ആചാര്യനോട് ഫോണിൽ കൂടെ ചോദിക്കാതെ നേരിട്ട് കണ്ട് ചോദിച്ച് മനസ്സിലാക്കി പ്രതിവിധികൾ വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര വലിയ ശാപമായാലും എത്ര കാഠിന്യമേറിയ ശാപമായാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ ഇവിടെ കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.